സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിന്ന് ഭീഷണിയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ആലപ്പുഴ വള്ളികുന്നം സ്വദേശി ശശിയെ മിനി മുത്തൂറ്റിലെ ജീവനക്കാരടക്കം വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ഗുരുതര വകുപ്പുകൾ ചുമത്തി പോലീസ്. ശശിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. അതേസമയം BJPയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളും ഉണ്ടാകും. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, മിനി മുത്തൂറ്റ് നടത്തിയ കൊലപാതകം എന്ന് തന്നെ പറയേണ്ടി വരും. ശശിയുടെ വീട്ടിലെത്തി നടത്തിയ ഭീഷണിയെ തുടർന്നാണ് അദ്ദേഹം ജീവനെടുക്കുന്നത്. അങ്ങനെ മരണത്തിന് കീഴടങ്ങിയ ശശിയുടെ ശവസംസ്കാരം ഇന്ന് നടക്കുന്നു. ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. BJPയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളും ഒരുങ്ങുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ സുധീഷ് ഗോപാൽ. വിനോദ 30-ാം തീയതി വൈകിട്ടാണ് ഇത്തരത്തിൽ ശശി വീടിനുള്ളിൽ തൂങ്ങി മരിക്കുന്നത്. അന്ന് മിനി മുത്തൂറ്റിലെ ജീവനക്കാരെത്തി ഭീഷണിപ്പെടുത്തുകയും ഭീഷണി മുഴക്കിക്കൊണ്ടുള്ള ശബ്ദ സന്ദേശം ശശിയുടെ മരുമകൾ ആര്യയുടെ വാട്സപ്പിലേക്ക് അയക്കുകയും മറ്റും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ആ ഒരു മാനക്കേടിനെ തുടർന്നാണ് ശശി ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ആദ്യം FIR ഇട്ടപ്പോൾ അതിൽ പറഞ്ഞിരുന്നത് സാമ്പത്തികം വായ്പ എടുത്ത പണം തിരികെ നൽകാൻ കഴിയാത്തതിലെ മനോവിഷമം കാരണം ആത്മഹത്യ ചെയ്തു എന്ന തരത്തിലായിരുന്നു. വലിയ പ്രതിഷേധമാണ് പോലീസിൻ്റെ ഈ നടപടിയിൽ ഉണ്ടായിരുന്നതും. അതിൽ ഭരണകക്ഷിയിൽപ്പെട്ട പാർട്ടിക്കാർ പോലും പരസ്യമായി പ്രതിഷേധിച്ച് രംഗത്ത് വരുന്ന സാഹചര്യവും ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗുരുതര വകുപ്പുകൾ ചുമത്തി ഈ വിഷയത്തിൽ FIRൽ കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അതിൽ പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായ അതിക്രമം, അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തൽ, ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നതായാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ മിനി മുത്തൂറ്റിലെ ജീവനക്കാരടക്കം ശശിയെ ഭീഷണിപ്പെടുത്തിയ ജീവനക്കാരെ ചോദ്യം ചെയ്യാനും മൊഴിയെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അത് പിന്നീട് ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അത് ഗൗരവതരമായ നടപടികളിലേക്ക് പോലീസിന് കടക്കേണ്ടി വരും. എന്തു തന്നെയായാലും ഈ വിഷയത്തിൽ ആദ്യം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഇളവുകൾ ഇല്ലെങ്കിൽ ഒരു അത്ര ഗുരുതരമായ വകുപ്പുകളൊന്നും തന്നെ ചുമത്താത്ത ഒരു സമീപനമാണ് സ്വീകരിച്ചിരുന്നതെങ്കിൽ അതിൽ മാറ്റമുണ്ടായിരിക്കുന്നു. ശക്തമായ നടപടിയിലേക്ക് പോലീസ് പോകുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെയാണ് ഈ വീട്ടുകാർ ഇന്നലെ റിസർവ് ബാങ്ക് ഗവർണർക്കടക്കം പരാതി നൽകിയിരുന്നു. ഇത്തരം സ്വകാര്യ ധനമിടപാട് സ്ഥാപനങ്ങളുടെ സമീപനങ്ങൾ, അവരുടെ പണപ്പിരിവിനായി എത്തുന്നവർക്ക് ഗുണ്ടകളുടെ അതേ സമീപനമാണ് ഇത്തരം ഉപഭോക്താക്കളോട് ഉണ്ടാകുന്നത് എന്നതായിരുന്നു അവർ ചൂണ്ടിക്കാണിച്ചത്. അതോടൊപ്പം തന്നെ അവർ അമിതമായ പലിശ ഈടാക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി ഇത്തരം അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെന്ന ഒരു ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെച്ചത്. ഇതേ സാഹചര്യത്തിൽ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്കുമടക്കം ഈ കേസിൻ്റെ അന്വേഷണം കൃത്യമായി നടക്കണമെന്നാവശ്യപ്പെട്ടും പരാതി നൽകാൻ കുടുംബം തീരുമാനിച്ചിരുന്നു. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഗുരുതരമായ വകുപ്പുകൾ, ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നു. ഈ ജീവനക്കാരെ ചോദ്യം ചെയ്യും എന്ന് വ്യക്തമാക്കുന്നു. ഈ രീതിയിൽ കൃത്യമായി പോകുന്നു. ഇന്ന് BJP എന്തു തന്നെയായാലും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ധനമിടപാട് സ്ഥാപനങ്ങളിലേക്ക് മാർച്ച് നടത്താനും അവിടെ ഉപരോധം ഏർപ്പെടുത്താനും അടക്കമുള്ള പരിപാടികളാണ് BJP ലക്ഷ്യം വെക്കുന്നത്. ഇതേ സാഹചര്യത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടത്തുക. രാവിലെ 10 മണിയോടുകൂടി കറ്റാനത്തെ, ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഈ ആശുപത്രിക്ക് സമീപമാണ്, ഈ കറ്റാനത്തെ ആശുപത്രിയിൽ നിന്നും മൃതദേഹം ബന്ധുക്കൾ വന്ന് എടുക്കും. അവിടെ നിന്നും ഒരു പക്ഷേ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം തന്നെ ഉണ്ടാവാനും സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. എന്തുതന്നെയായാലും ഇത് കേരളത്തിലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. വ്യാപകമായി തന്നെ ഇത്തരം ധനമിടപാട് സ്ഥാപനങ്ങൾ നടത്തുന്ന ചൂഷണവും ഗുണ്ടായിസവും അത് കാരണം പൊലിഞ്ഞ ജീവനുകൾ ഒന്നല്ല. ഇപ്പോൾ ശശിയുടേത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. അതിൽ മിനി മുത്തൂറ്റ് പോലത്തെ ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. മിനി മുത്തൂറ്റിലെ ജീവനക്കാർ നടത്തിയ ഈ ശശിയോട് നടത്തിയ വളരെ ക്രൂരമായ സമീപനം, അന്ന് രാവിലെ വീട്ടിലെത്തി പണിക്ക് പോകാൻ സൈക്കിളുമായി ഇറങ്ങിയ ശശിയെ തടഞ്ഞു നിർത്തുകയും വളരെ മോശമായി ചിത്രീകരിക്കുകയും കേവലം 692 രൂപയുടെ അടവ് കുടിശ്ശിക വരുത്തിയതിൻ്റെ പേരിലായിരുന്നു ഇത്രയേറെ ക്രൂരത എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. ഇതിന് പിന്നാലെയാണ് ആ മനോവിഷമം താങ്ങാനാവാതെ ശശി ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ മരണത്തിലേക്ക് തള്ളിവിട്ടത് മിനി മുത്തൂറ്റ് പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ ഗുണ്ടായിസം തന്നെയാണ് എന്നത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ആത്മഹത്യാ പ്രേരണ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ചുമത്തി തന്നെ പോലീസും മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. വിനോദ്, സുധീഷ, ഒരു കാര്യം കൂടി, ഈ ശശിയുടെ മരണം സംബന്ധിച്ച് ഇത്രയും വലിയ വാർത്തകൾ വരുമ്പോൾ ഇപ്പോഴും
മിനി മുത്തൂറ്റ് ആ സ്ഥാപനം ഇപ്പോഴും തുറന്ന് പ്രവർത്തിക്കുകയാണോ? ജനങ്ങളുടെ പ്രതിഷേധമോ എന്തെങ്കിലും ആ സ്ഥാപനത്തിന് നേരെ ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ചും അവർക്കെതിരെ കേസെടുക്കാൻ പോകുന്നു. ഇന്ന് മൃതദേഹവുമായി വലിയ പ്രതിഷേധം നടക്കുന്നു. അപ്പോൾ ഈ മിനി മുത്തൂറ്റ് ആ സ്ഥാപനം ഇപ്പോഴും പഴയ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടോ സുധീഷ്? വിനോദ്, ഇന്ന് BJP പ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മിനി മുത്തൂറ്റിൻ്റെ കുറത്തിയാട് ശാഖയിലേക്ക് മാർച്ച് നടത്താൻ BJP തീരുമാനിച്ചിരുന്നതാണ്. എന്നാൽ അവിടെ അടഞ്ഞു കിടക്കുന്നതിനാൽ അവിടേക്ക് മാർച്ച് നടത്തുന്നില്ല എന്നതാണ് ഈ BJP പ്രവർത്തകർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതേ സാഹചര്യത്തിൽ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ മരണം നടന്ന് 2 ദിവസം പിന്നിടുമ്പോഴും ഇതുവരെയും ശശിയുടെ കുടുംബവുമായി ഒരു തരത്തിലുള്ള ആശയവിനിമയം നടത്താൻ പിന്നീട് ഈ പണം ചോദിച്ച് 692 രൂപയുടെ പേരിൽ വളരെ മോശമായി സംസാരിച്ചതിന് ശേഷം ഒരു തരത്തിലും ഈ കുടുംബവുമായി ബന്ധപ്പെടാനോ ഒരു ആശ്വാസവാക്ക് പറയാൻ പോലും മിനി മുത്തൂറ്റിലെ ഒരു ജീവനക്കാരനും തയ്യാറായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനും തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. അവർ മരണത്തിലേക്ക് തള്ളിവിടുകയും അതിനുശേഷം ഒന്നും അറിഞ്ഞില്ല എന്ന രീതിയിൽ മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാം, നമ്മൾ തന്നെ ആദ്യം വാർത്ത കൊടുത്തപ്പോൾ മിനി മുത്തൂറ്റിന് ഇതിലൊരു പങ്കുമില്ല എന്ന തരത്തിൽ അവർ വലിയ വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ കൃത്യമായി ഇവരെ പണമടച്ചതിൻ്റെ രസീതിൻ്റെ പകർപ്പുകളും അതോടൊപ്പം തന്നെ മിനി മുത്തൂറ്റിലെ ഒരു ജീവനക്കാരൻ ഈ ശശിയുടെ മരുമകൾ ആര്യയെ നിരന്തരം വാട്സപ്പ് കോളുകൾ ചെയ്തും മറ്റ് ഭീഷണിപ്പെടുത്തുന്ന മെസ്സേജുകൾ അയച്ചും അസ്വസ്ഥരാക്കിയിരുന്നു എന്നതിൻ്റെ തെളിവുകൾ അടക്കം നമ്മൾ നിരത്തി വാർത്ത നൽകുമ്പോഴാണ് അവർ ഇത്തരത്തിൽ അന്ന് വീട്ടിൽ പോയിരുന്നു എന്നും ഇത്തരത്തിൽ ഫോൺ ചെയ്തിരുന്നു എന്നതും അടക്കമുള്ള കാര്യങ്ങൾ സമ്മതിക്കുന്നത്. അതിനുശേഷം ഈ ശബ്ദ സന്ദേശം ഡിലീറ്റ് ചെയ്ത് കളയുന്ന സാഹചര്യവും ഉണ്ടായി. അവർ പറഞ്ഞത് മറ്റ് പ്രശ്നങ്ങളില്ലാതിരിക്കാൻ ഡിലീറ്റ് ചെയ്തു എന്നതാണ്. എന്നാൽ അവർ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്ന് അപ്പോഴും അവകാശവാദം ഉന്നയിക്കുന്നു. അങ്ങനെ ഭീഷണിപ്പെടുത്താൻ സൗഹൃദപരമായി ആയിരുന്നു ഈ ശബ്ദ സന്ദേശമെങ്കിൽ എന്തിനവരത് നശിപ്പിക്കണം എന്ന ചോദ്യവും ഉയരുകയാണ്. പോലീസ് വ്യക്തമാക്കുന്നത് ആ ഡിലീറ്റ് ചെയ്ത ശബ്ദ സന്ദേശം അടക്കം വീണ്ടെടുത്തുകൊണ്ട് കൃത്യമായ അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളതും. വിനോദ്.